എല്ലാ പ്രേക്ഷകർക്കും സമൃദ്ധി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. രാശിപ്രകാരം നോക്കുമ്പോൾ നാം ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്ന ഒരു ദിവസമാണ് മാർച്ച് 22 ഞായറാഴ്ച എന്നുള്ളത്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരാനുള്ള സാധ്യത വളരെ കൂടുതലായുള്ള ഒരു ദിവസം തന്നെയാണിത്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുമുണ്ട്. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിൽ നമ്മൾ ആദ്യമായി പരാമർശിക്കുവാൻ പോകുന്നത് മേടം രാശിക്കാരെ പറ്റിയാണ്. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർ ഈ രാശിയിൽ വരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ചില അധിക ചുമതലകൾ അല്ലെങ്കിൽ നിലവിലുള്ള ചുമതലകൾ വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. പല കാര്യങ്ങളിലും വിദഗ്ധ ഉപദേശം കൂടി ലഭിച്ചേക്കാം. കൂടാതെ വരും ദിവസങ്ങളിൽ ഇന്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുവാൻ പോകുന്നവർ നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ഒരു ദിവസം മുതൽ നിങ്ങൾക്ക് ഒരു ഭാഗ്യമായി സിദ്ധിക്കുന്നതാണ്. എങ്കിലും പല കാര്യങ്ങളിലും രണ്ട് മനസ്സായിരിക്കും എന്ന കാര്യം കൂടെ ഓർമ്മയിൽ വെക്കുക. ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പലവിധ ആശങ്കകളും നിങ്ങൾക്ക് ഉണ്ടായേക്കാം. എന്നിരുന്നാലും ധനത്തിന്റെ വരവ് കുറയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേപടി നടന്നു കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ്. കൂടാതെ ഈ സമയം പല സംരംഭങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകളിലുമൊക്കെ ഏർപ്പെടുന്നവർക്ക് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിക്കാവുന്ന ഒരു ദിവസം കൂടിയാണ്. ചിലർക്കൊക്കെ ജോലിഭാരം വർദ്ധിച്ചേക്കാം. പലവിധ ഉത്കണ്ഠകളും ഈ രാശിയിൽപ്പെട്ടവർക്ക് ഉണ്ടായേക്കാം. എങ്കിലും ദൈവിക സമർപ്പണങ്ങൾക്കും ക്ഷേത്ര ദർശനം പോലുള്ള കാര്യങ്ങൾക്കും കഴിയുന്നവർ ഈ ഒരു ദിവസം സമയം കണ്ടെത്തുക കൂടി ചെയ്യുക. പലരിൽ നിന്നും സഹായ വാഗ്ദാനങ്ങളും ഈ ഒരു ദിവസം ലഭിച്ചേക്കാം. കൂടാതെ സാമ്പത്തികപരമായി നിങ്ങൾ ചതിയിൽ വീഴാതിരിക്കുവാനും പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പല കാര്യങ്ങൾക്കും അനുമതി കിട്ടുവാനുള്ള സാധ്യതയും ഈ ഒരു ദിവസം മുതൽ അങ്ങോട്ട് ഉണ്ടാവുന്നതാണ്. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടിയും വന്നേക്കാം. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാണെങ്കിലും പല കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ആവശ്യമാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കർക്കിടക രാശിയിൽ പിറന്ന ആളുകൾക്ക് ഈ ഒരു ദിവസം എങ്ങനെ അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. കർക്കിടക രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ കഴിയുന്ന ഒരു ദിവസം തന്നെയായിരിക്കും മാർച്ച് 22 ഞായറാഴ്ച. ന്യായമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ്. തുടക്കത്തിൽ ചില വിഷമതകൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് കാണുവാൻ സാധിക്കുക. വ്യാപാരത്തിൽ ഫലം കണ്ടു തുടങ്ങുന്ന ഒരു ദിവസമാണിത്. കുടുംബ സൗഖ്യത്തിനും ലഘു യാത്രകൾക്കും സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ വിനോദവേളകളും ലഭിക്കാവുന്ന ഒരു ദിവസമായി ഈ ഒരു ദിവസം നിങ്ങൾക്ക് അനുഭവപ്പെടും. എങ്കിലും ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരേണ്ട ഒരു സമയമാണ്. മാത്രമല്ല ധനവിനിയോഗത്തിലും ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. കൂടാതെ പ്രണയികൾക്കും ഈ ഒരു ദിവസം അനുകൂലം തന്നെയാണ്. പല കാര്യങ്ങളിലും സംതൃപ്തി ലഭിക്കുകയും ബിസിനസ്സിൽ പുരോഗതിയും ആർജവത്തോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള അനുകൂലമായ ഒരു സമയവും കൂടിയാണ് ഈ ഒരു ദിവസം വന്നു ചേരുക. കാര്യസാധ്യത്തിന് അനുകൂലമായ സമയമാണ്. കൂടാതെ ഈ ഒരു ദിവസം ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടുമെങ്കിലും വാഹനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധയോടുകൂടി വേണം ഈ ഒരു ദിവസം വീക്ഷിക്കുവാൻ. അതായത് വാഹന അറ്റകുറ്റപ്പണികൾ പോലുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത ഏറുന്ന ഒരു ദിവസമായാണ് ഇത് കാണാനാവുക. കൂടാതെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മെച്ചപ്പെട്ട ഒരു സമയം തന്നെയാണിത്. ചില കാര്യങ്ങൾ അവർ ഊഹിച്ചതുപോലെ തന്നെ സംഭവിക്കുകയും ചില കാര്യങ്ങളിൽ സ്വന്തം നിലപാടുകൾ ഒന്ന് മയപ്പെടുത്തേണ്ടി വന്നേക്കുകയും ചെയ്യാവുന്ന ഒരു ദിവസം. ചില അനുമതികൾ കാത്തിരിക്കുന്നവർക്ക് അത് അനുകൂലമായി തന്നെ ലഭിക്കുന്നതിനുള്ള സാഹചര്യവും ഈ ഒരു ദിവസം ഉണ്ടാകുന്നു. കൂടാതെ ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ ആയി ചില വാക്ക് തർക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു ദിവസം കാണുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങളുടെ സമീപനം. എന്നിരുന്നാലും സുഹൃത്തുക്കളും ബന്ധുക്കളും എന്നിവരോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങളും ഈ ഒരു ദിവസം അനുഭവപ്പെട്ടേക്കാം. വായ്പാ ഇടപാടുകളിൽ പ്രത്യേക ശ്രദ്ധയും ഈ ഒരു ദിവസം ആവശ്യമാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ വളരെ അനുകൂലമായ ഒരു ദിവസം തന്നെയായിരിക്കും കർക്കിടക രാശിക്കാർക്ക് ഈ മാർച്ച് 22 ഞായറാഴ്ച എന്ന് പറയുന്നത്. അടുത്തതായി ഈ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത് ചിങ്ങം രാശിക്കാരെ പറ്റിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് മാർച്ച്
22 ഞായറാഴ്ച. പല കാര്യങ്ങളിലും നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന അവ്യക്തതകളും ആശങ്കകളും ഒരു പരിധിവരെ തരണം ചെയ്യാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് വന്നെത്തുന്നത്. ധനാഗമനത്തിന് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾ ഇന്നേ ദിവസം കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടിയാലോചനകൾ ഫലപ്രദമായി മാറുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. മാത്രമല്ല, കുടുംബജീവിതത്തിലെ സമാധാനവും സന്താനങ്ങളുടെ ശ്രേയസ്സിനാൽ സന്തോഷിക്കുവാനുള്ള അവസരവും ഈ ഒരു ദിവസം ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് അനുകൂലമായ ഒരു സമയം കൂടിയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ വളരെ കൃത്യതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരുടെ പ്രതികരണങ്ങളും അനുകൂലമായി തന്നെ അനുഭവപ്പെടും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഭൂമി കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ് മാർച്ച് 22 ഞായറാഴ്ച എന്നുള്ളത്. കുടുംബവുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കുവാൻ ഈ ഒരു ദിവസം നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ യാത്രകൾക്കുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ദൈവിക കാര്യങ്ങളിലും ക്ഷേത്ര ദർശനങ്ങൾ പോലുള്ള കാര്യങ്ങളും മുടക്കം വരാതെ ചെയ്യുവാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. എങ്കിലും ചിലർക്കെങ്കിലും നിങ്ങളോട് ശത്രുത വർദ്ധിക്കുവാനുള്ള സാധ്യതയും ഈ ഒരു ദിവസം ഫലപ്രകാരം തെളിയുന്നു. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒഴിവാക്കി യുക്തിപൂർവം മുന്നോട്ട് നീങ്ങുക. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഈ മാർച്ച് 22 ഞായറാഴ്ച നിങ്ങൾക്ക് അനുഭവപ്പെടുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അടുത്തതായി വൃശ്ചികം രാശിയിലുള്ളവർക്ക് ഈ മാർച്ച് 22 ഞായറാഴ്ച എങ്ങനെയാണ് അനുഭവത്തിൽ വരിക എന്നാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുവാൻ പോകുന്നത്. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരായിട്ടുള്ളത് വിശാഖം, അനിഴം, തൃക്കാട്ട എന്നീ നാളുകാരാണ്. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടുന്ന ഒരു ദിവസം തന്നെയാണ്. പ്രധാനമായും ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിക്കാരിൽ ചിലരെങ്കിലും ചില വിഷമതകൾ അനുഭവിക്കുന്നവരായിട്ടുണ്ടാകാം. ആരോഗ്യ, സാമ്പത്തിക, വിദ്യാഭ്യാസപരമായും മക്കളുടെ ഭാവി പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് മാർച്ച് 22 ഞായറാഴ്ച എന്നുള്ളത്. ചിലവുകൾ കുറയ്ക്കുവാനും പല വ്യക്തികളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും ഇന്നേ ദിവസം കാണുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ ചില തർക്കങ്ങളും വേണ്ടി വന്നേക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരവും വന്നു ചേരുന്നു. ചില കാര്യങ്ങളിൽ അറ്റകുറ്റപ്പണികളും വേണ്ടി വന്നേക്കാം. ആരോഗ്യ കാര്യങ്ങളിലും അല്പം ഒന്ന് ശ്രദ്ധ വെക്കുക. കുടുംബത്തോടൊപ്പം യാത്രകൾ പോലുള്ള കാര്യങ്ങളും സംഭവിച്ചേക്കാം. പല കാര്യങ്ങളിലും അവ്യക്തതകൾ ഒഴിവാക്കി വ്യക്തത കൈവരിക്കുവാൻ കഴിയുന്നതാണ്. കൂടുതൽ ഉന്മേഷത്തോടെയും ആർജവത്തോടെയും കർമ്മ മേഖലകളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. കൃത്യമായ ഒരു ദിശാബോധം നിങ്ങളിൽ ഈ ഒരു ദിവസം മുതൽ വന്നു തുടങ്ങുന്നതാണ്. മാത്രമല്ല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു ദിവസം തന്നെയാണ്. പല അനുകൂല സാഹചര്യങ്ങളും നിങ്ങളെ തേടിയെത്തിയേക്കാം. ധനപരമായി ഞെരുക്കത്തിലായിരുന്നെങ്കിലും ആവശ്യങ്ങൾ മുടക്കം കൂടാതെ നടന്നു കിട്ടുന്ന ഒരു ദിവസമായാണ് തെളിയുന്നത്. കാര്യസാധ്യത്തിന് ആത്മവിശ്വാസം കുറയാതെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. തൊഴിലന്വേഷകർക്കും ജോലിക്കുള്ള പുതിയ അവസരങ്ങളും ഈ ഒരു ദിവസം വന്നു ചേരുന്നതാണ്. അഭിമുഖങ്ങളിൽ ശോഭിക്കുവാനും വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായി വരാനും അതിൽ നിന്നും ലാഭം കിട്ടുവാനുള്ള സാധ്യതയും ഈ ഒരു ദിവസം മുതൽ ഈ ഒരാഴ്ച ശുഭകരമായി തന്നെ കാണുന്നു. എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. ഇനിയും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ പലവിധ വിഷമതകൾ അനുഭവിക്കുന്നവർ നിങ്ങളുടെ പേരും നാളും കമന്റായി രേഖപ്പെടുത്തിയാൽ പൊതുവായുള്ള ഫലങ്ങൾ നോക്കി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നന്ദി, നമസ്കാരം.